ഞാനേ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഓഫ് അസിന്റെ സീസൺ 2 കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റത്തെ എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിലീസായി. പക്ഷെ ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബോറിംഗ് ആണോ എന്നൊരു സംശയം. പക്ഷെ നമുക്ക് ഈ സീസൺ 1 കണ്ടിട്ട് ഭയങ്കര നല്ലൊരു സീസണാന്നുള്ളതുകൊണ്ട് അങ്ങനെ കാണാണ്ടിരിക്കാനും പറ്റണ്ടേ, പക്ഷെ കണ്ടിരിക്കാനും അങ്ങോട്ട് പേസിങ് ശരിയാവാത്ത പോലെയും ഭയങ്കര ബോറിംഗ് ആണെന്ന് മനസ്സിലറിയാണ്ടറിയാണ്. ഞാൻ ഈ വീഡിയോയിൽ പണ്ട് പറഞ്ഞിരുന്നു, ലോങ് ടേം കണ്ടന്റ് കാണാനുള്ള ക്ഷമയില്ല, അറിയാണ്ട് ഫോണിലേക്ക് കൈപോകും. ഇത് ക്ഷമയൊന്നുമല്ല, ഇത് ബോറടിച്ചിട്ട് ഇങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അത്ര ബോറടി തോന്നുന്ന രീതിയിൽ പോവുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഒട്ടും ഇത് ലോങ് ടേം കണ്ടന്റ് കാണാൻ പറ്റാത്തതുകൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്റർനെറ്റിൽ എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു പറയാനുള്ളത്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ലെറ്റ്സ് ഡിസ്കസ് ലാസ്റ്റ് ഓഫ് അസ് സീസൺ 2 വാട്ട് വെന്റ് റോങ് വിത്ത് ഇറ്റ്. ലാസ്റ്റ് ഓഫ് അസ് സീസൺ 2ന്റെ ഒരു അനാലിസിസ് ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സ്പോയിലേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് സീരീസ് കാണാത്തവരാണെങ്കിൽ ഒരു ഗെയിം കളിക്കാത്തവരാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് വാച്ചിങ്. ലാസ്റ്റ് ഓഫ് അസിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ജോയൽ. അപ്പം ജോയലിൻ്റെയും എല്ലിയുടെയും ഒരു കെമിസ്ട്രിയാണ് സീസൺ 1 മൊത്തം ആ ഒരു ഷോനെ ക്യാരി ചെയ്ത കാര്യം. ആ സീസൺ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, അയ്യോ എന്ത് രസമാണ് ഇവരുടെ ഒരു ബോണ്ട് ബിൽഡായി വരുന്നത് കാണാൻ. ആ ഒരു സമയത്ത് ബെല്ല റാംസി ഭയങ്കര രസമായിരുന്നു അവരുടെ ഒരു കെമിസ്ട്രി ബിൽഡായി വരുന്നത് കാണാനും. പക്ഷെ സീസൺ 2 വന്നപ്പോൾ ജോയലിന്റെ മരണത്തിന് ശേഷം എല്ലിക്ക് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നു. അതായത് നമ്മളൊരു ക്യാരക്ടറിനെ ഇല്ലാണ്ടാക്കി കഴിയുമ്പോൾ മറ്റ് ക്യാരക്ടേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യണം ആ ഒരു ക്യാരക്ടറിന്റെ വിടവിനെ നികത്താനായിട്ട്. പക്ഷെ അതിനൊരു കപ്പാസിറ്റി ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒട്ടും ലൈക്കബിൾ അല്ലാത്തൊരു ക്യാരക്ടറായിട്ട് എല്ലിനെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് തുടക്കം മുതൽ തന്നെ ഉള്ളതിൻ്റെ ഒരു റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റോ പോയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നറൂട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് നറൂട്ടോനെ ആദ്യം ഇഷ്ടപ്പെടില്ല. തുടക്കത്തിൽ നല്ല ലൈക്കബിളായ ഫണ്ണായ ഒരു ക്യാരക്ടറാണെന്ന്, ഇത് എന്ത് അഴുക്ക ചെറുക്കെന്നാണ് നറൂട്ടോനെ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ പതുക്കെ നമുക്കത് ബിൽഡായി വരും. പക്ഷേ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ എല്ലി എന്നുള്ള ക്യാരക്ടറിനെ നമുക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ കുട്ടിയുടെ ഒരു ബ്രാറ്റിനെസ്സോ ഒരു 19 വയസ്സുള്ള റേജ് ഫീൽഡായ ഒരു ടീനേജറായിട്ടാണ് എല്ലിയെ നമ്മൾ കാണേണ്ടത്. പക്ഷെ അതിന് പകരം വളരെ ബ്രാറ്റിയായ എൻടൈറ്റിൽഡ് ആയ ഒരു പേഴ്സണായിട്ടാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു തരത്തിലും ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ട് പലപ്പോഴും എല്ലി എന്നുള്ള ക്യാരക്ടറിനെ തോന്നി. ഇനി ഇതിലെ മെയിൻ വില്ലനായിട്ടുള്ള ആബി എന്നുള്ളതോ, ആബി ഞാൻ ഗെയിം കളിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേ ഒരുപാട് കണ്ടു നോക്കി. അപ്പോൾ ആബി എന്നുള്ള ക്യാരക്ടർ ശരിക്കും പറഞ്ഞാലും വളരെ മസ്കുലറായ ഭയങ്കര മെനസിങ് ആയ, നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിനെ ഇങ്ങനെ നമ്മൾ ഇവരെയൊക്കെ നേരിടും എന്നൊക്കെ തോന്നുന്ന ടൈപ്പിലുള്ള ഒരാളാണ്. പക്ഷെ ഒരു ഭയങ്കര ഈ സ്റ്റക്കപ്പ് ടീനേജർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ്. ഒട്ടും മെനസിങ് ആയ ഒരു വൈബില്ലാത്ത ഒരാളെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നതും. ഷീസ് എ ഗ്രേറ്റ് ആക്ട്രസ്. പക്ഷേ നമുക്ക് ഒട്ടും ആ ആബി എന്നുള്ള ക്യാരക്ടറിൻ്റെ ഫീല് നമുക്ക് കിട്ടാത്ത രീതിയിൽ. പിന്നെ ഇതിൽ ഹുക്ക് ചെയ്യേണ്ട നമ്മളെ കാര്യം എല്ലിയുടെയും ഡീനയുടെയും കെമിസ്ട്രിയാണ്. അത് അവിടെ ഇല്ല തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് വെച്ച് ഈ ഷോ പിടിച്ചിരുന്ന് കാണാൻ പറ്റും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങൾ സീസൺ 1. സീസൺ 1 എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ബെല്ല റാംസി എല്ലി ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ ജോയലും എല്ലിയും തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ടല്ലോ, ആ ഒരു ബോണ്ട് നമുക്ക് വളരെ രസം തോന്നും. പെഡ്രോ പാസ്കൽ ഒരിക്കലും ഒരു ജോയൽ ലുക്ക് അല്ലെങ്കിലും കൂടിയിട്ട് ഞാൻ വിചാരിച്ചു ആൾ കിടിലായിരിക്കില്ല റോളിൽ, സത്യം പറയാലോ. പക്ഷേ ആൾ അഭിനയിച്ച് വന്നപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നേ, ഭയങ്കര റൂട്ടീണ്. ഇവൻ ആൾ മോശം സ്വഭാവം ചെയ്യുമ്പോൾ കൂടെ നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടറായിരുന്നു പെഡ്രോ പാസ്കലിൻ്റെ ജോയൽ എന്നുള്ളത്. ആ ഒരു കെമിസ്ട്രി പലപ്പോഴും പറയും ദ ലാസ്റ്റ് ഓഫ് അസ് ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെ സർവൈവ് ചെയ്തു ഈ ക്ലിക്കേഴ്സിനെയും മോൺസ്റ്റേഴ്സിനെയും എന്നൊക്കെ ഉള്ളൊരു കഥയാണെന്ന്. പക്ഷേ അറ്റ് ദ റൂട്ട് ഓഫ് ഇറ്റ് അത് ഹ്യൂമൻ ബീയിങ്സ് എന്തുമാത്രം ട്രൈബലിസം കാണിക്കും ഒരിത് വരുമ്പോഴും അത് ഒരു സൈഡിലുണ്ടെങ്കിലും മെയിൻലി അത് എല്ലിയുടെയും ജോയലിൻ്റെയും കഥയാണ്. ഒരു ഗെയിം പ്ലേ എന്ന ഒരു സാധനം അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഗെയിം എന്നുള്ളത് ഇൻട്രാക്റ്റീവ് ആണ്. ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് അതിലൊരു ക്യാരക്ടർ ആയി മാറാനും അവരുടെ ഒരു ജേർണിയിലൂടെ പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം സ്ക്രീനിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ സീസൺ അത് വളരെ നന്നായിട്ട് ചെയ്തൊരു സീസണാണ്. നമുക്ക് കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നു. അങ്ങനെ തോന്നുന്ന രീതിയിൽ ഈ ക്യാരക്ടേഴ്സൊക്കെ വളരെ കറക്റ്റായിട്ട് അങ്ങോട്ട് അലൈൻഡ് ആയ പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു സീസണായിരുന്നു. പക്ഷേ നമ്മൾ സീസൺ 2 വരുമ്പോൾ സീസൺ 2 ഒരുപാട് ഫില്ലർ സീനുകൾ ഉള്ള പോലെ എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല.
ഒരുപാടധികം ഫില്ലർ സീനുകളും അനാവശ്യമായ കുറേ കാര്യങ്ങൾ കാണിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേസിങ് വളരെ സ്ലോ ആയ പോലെയോ ഇതൊരു ഗ്രിറ്റി ഗ്രിപ്പിംഗ് ആയ ഒരു ഗെയിമിൻ്റെ അഡാപ്റ്റേഷനാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കുറേ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടെന്നെ ഈ സീസൺ 1 വന്നപ്പോൾ. അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ സീസൺ 2 കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കീ പ്ലോട്ട് നടക്കുന്നുണ്ട്. ഈ ജോയലിന്റെ ഡെത്ത് എന്നുള്ളത് വലിയൊരു പ്ലോട്ട് പോയിന്റ് ആണ് ഇതിൽ. ബെല്ല റാംസിയുടെ എലി എന്ന് പറഞ്ഞ കുട്ടി ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് എന്നുള്ളതാണ് ആ കുട്ടി ഒരു പ്രായം തൊട്ട് അത് മാത്രമാണ് കാണുന്നത്. വളരെ എന്താ പറയുക, നമ്മൾ ജീവിച്ചു വളർന്ന ഒരു ലോകം പോലത്തെ ഒരു ലോകത്തുള്ള ഒരു ആളല്ല ആള്. പക്ഷേ ആളെ കാണിച്ചുകൂട്ടലുകൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും വളരെ ബേസിക്കായ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉള്ള ടീനേജേഴ്സൊക്കെ കാണിക്കില്ല, അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഓവറോൾ ആൾക്ക് കാണുന്നത്. ആളുടെ ആ ഒരു റേജോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, ഇതൊരു വൃത്തികെട്ട സ്പാർക്കാണ്, പക്ഷെ ആ സ്പാർക്ക് സംഹൗ മിസ്സിംഗ് ആണ്. ഒരു ടീനേജർ അല്ലെങ്കിൽ ടീനേജറിൻ്റെയും കുറച്ചും കൂടി മേലെയായി 19 വയസ്സെന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് ആൾക്ക് എത്താൻ പറ്റുന്നില്ല. ഇവർക്ക് വേണമെങ്കിൽ ആക്ച്വലി ഹൗസ് ഓഫ് ദ ഡ്രാഗണിലൊക്കെ ചെയ്ത പോലെ ടീനേജ് ഇയേഴ്സിൽ ഇയാളെ കാണിച്ചിട്ട് പിന്നീടൊരു ടൈം ജമ്പ് ആണല്ലോ, അപ്പോൾ അതിലേക്ക് ഒരു ഓൾഡർ ആക്ട്രസിനെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. ആളുടെ ഒരു ബേബി ഫേസ് ഒട്ടും ആ ഒരു ക്യാരക്ടറിന്റെ കാര്യങ്ങൾ ഇമോട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ. ആളൊരു ബാഡ് ആക്ടർ ആണെന്ന് നമുക്ക് തോന്നില്ല, പക്ഷേ എല്ലാവർക്കും എല്ലാ റോളും പറ്റില്ല എന്ന് പറയില്ല, അതുപോലെ ആൾക്ക് ഈ ഒരു റോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫിറ്റ് ആവാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഓവറോൾ നമുക്കിത് കാണുമ്പോൾ തോന്നുക. ജോയലിന്റെ ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു സംഭവിക്കും എന്നുള്ളത്. ഒരു പക്ഷേ പോപ്പ് കൾച്ചറിൽ ഇത് വായിക്കുന്നതും അതിനൊക്കെ പറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുവിധ ഐഡിയ ഉണ്ടായിരുന്ന കാര്യമായിരിക്കും ആള് മരിക്കും ഒരു പോയിന്റിൽ എന്നുള്ളത്. പക്ഷേ ജോയലിന്റെ ഇത് മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്യാരക്ടർ ഇവരുടെ ഒരു കെമിസ്ട്രിക്ക് ഒരുപാട് വാല്യൂ ഉണ്ട് ആ ഒരു ഷോയ്ക്ക് ഉള്ളില്. പിന്നെ ആ വോയിഡ് നികത്തേണ്ടത് എല്ലിയുടെ പെയിൻ ആയിരുന്നു, എല്ലിയുടെ വെഞ്ചൻസ് ആയിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് ഡീന എന്നുള്ള ക്യാരക്ടറിന്, അയ്യോ എൻ്റെ പേരും ഡീന എന്നുള്ള ക്യാരക്ടറിന് കുറച്ചും കൂടി ഉള്ള പോലെയോ അല്ലെങ്കിൽ ആൾക്കൊന്നും കൂടി സങ്കടം ഈ കുട്ടീനേക്കാളും ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നുന്നു. അതായത് എവിടെയോ അതൊരു കണക്ഷൻ വരാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഓവറോൾ. ഇനി നമുക്ക് ഈ ഷോയിലെ മെയിൻ വില്ലനായ ആബിയെ പറ്റി സംസാരിക്കാം. ആബി ഞാൻ ഈ പറഞ്ഞ പോലെ ആരും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്നെ കാണാൻ മറ്റേ ഒരു വീഡിയോയിൽ ആബിനെ പോലെ ഉണ്ട് എന്നുള്ള പോലെ. ആബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്നെ പോലെ ഒന്നുമല്ല, വളരെ മസ്കുലറായ കുറച്ച് എന്താ പറയുക പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള. ശരിയാണ്, റിയലിസ്റ്റിക്കലി ഒരു ടീനേജർ അത്രയും ബൾക്കപ്ഡ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ റിയലിസ്റ്റിക്കലി നമ്മളൊരു എന്താ പറയുക ക്ലിക്കേഴ്സും കോർഡിസെപ്സ് ഇൻവേഡ് ചെയ്ത ഒരു ലോകത്തും അല്ലല്ലോ ജീവിക്കുന്നത്. ദർ ഈസ് നത്തിങ് റിയൽ അബൌട്ട് ഇറ്റ്, ദർ ഈസ് നത്തിങ് റിയൽ അബൌട്ട് ദ ഷോ. അപ്പോൾ പിന്നെ അവർ ആബീനെ കഴിയുന്നത്ര റിയലിസ്റ്റിക് ആയിട്ട് വെക്കാൻ ശ്രമിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആളൊരു പ്രോപ്പർ വില്ലനായിട്ടോ അല്ലെങ്കിൽ ആളൊരു ഡാമേജിങ് ആയ ഒരു ക്യാരക്ടറായിട്ടോ ഒരിക്കലും നമുക്ക് തോന്നില്ല. ഇനി നമുക്ക് എല്ലിയുടെയും ടീനയുടെയും കെമിസ്ട്രി പറയാം. കെമിസ്ട്രി ഇല്ല എന്നുള്ളതാണ് ആ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അവരുടെ സീനുകളൊക്കെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടും, അതായത് അവരുടെ റൊമാൻസ് വളരെ ഫോഴ്സ്ഡ് ആയിട്ടും ഒട്ടും നാച്ചുറൽ അല്ലാത്ത പോലെയുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിന് കഥയിലുള്ള ഇമ്പാക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡീന പ്രഗ്നൻ്റ് ആണെന്ന് എല്ലി അറിയുന്ന സീന് ഗെയിം പ്ലേ ഞാൻ കണ്ടതാണ്. അവിടെ ആ എല്ലി കൊടുത്ത റിയാക്ഷൻ വെർ ഷീ ഈസ് ആംഗ്രി അബൌട്ട് ഇറ്റ്, അത് വളരെ കറക്റ്റായ ഒരു റിയാക്ഷൻ ആയിരുന്നു. കാരണം ആളെയും ആളുടെ ജനിക്കാനിരിക്കുന്ന കുട്ടിയും അപകടത്തിൽപ്പെടുത്തുന്നൊരു ആക്ഷനാണ് ആളെടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പോസ്റ്റ് അപ്പക്കാലിപ്റ്റിക് വേൾഡിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബേസിക് ആയ ഇൻസ്റ്റിങ്സിലാണ് പ്രവർത്തിക്കേണ്ടി വരിക, നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മൾ എത്ര ഷോസ് കണ്ടാലും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, വൈബ്സ് വെർ ടോട്ടലി ഓഫ്, ലൈക്ക് ടോട്ടലി. ഇപ്പോൾ എലി മറ്റേ ഫസ്റ്റ് ഡെത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നടന്ന 2 ഡെത്തുകൾ, അത് കഴിഞ്ഞിട്ടുള്ള എല്ലിയുടെ റിയാക്ഷൻസ്, എല്ലി ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടി മണ്ടുന്നത്, ഇതൊന്നും ഒട്ടും അങ്ങോട്ട് ഒന്നും ശരിയാവാത്ത പോലെ എനിക്ക് തോന്നി. മേ ബി ഇറ്റ്സ് ദ ആക്ട്രസ്, മേ ബി ഇറ്റ്സ് ദ സ്ക്രിപ്റ്റ്. അതിൽ ഏതോ ഒരു കാരണമായിരിക്കാം ഇതിൽ ഉണ്ടാവാനുള്ള കാരണം. പിന്നെ ജോയലിൻ്റെ ഡെത്ത് മേ ബി ആ ഷോക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ലാസ്റ്റ് ഓഫ് അസ് അല്ല, വാക്കിംഗ് ഡെഡിൽ റിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ദ ഓഫീസിൽ മൈക്കിൾ സ്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടാണ്. പിന്നെ അത്രയും നമ്മൾ കിടിലായാൽ മാത്രമേ, ദ വിച്ചറിൽ ഹെൻറി കാവിൽ പോയി കഴിഞ്ഞാൽ ഇനി അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും നമ്മൾ കിടിലാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഇനിയുള്ള സീസണുകളിൽ മേ ബി അവർ ഇത്രയും ബാക്ക്ലാഷ് ഉണ്ടായതുകൊണ്ട് തന്നെ
ഒരുപാട് ഇതിന് US എന്നുള്ള ബാക്ക്ലാഷ് ഇതിൽ ഒരു ക്യൂർ ആയിട്ടുള്ളൊരു കപ്പിൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇതൊരു വോക്ക് പ്രൊപ്പഗൻഡ ഉള്ള ഇതായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കില്ല. നമുക്കിത് കുറച്ച് ബോറിംഗ് ആയി തോന്നി എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. മേ ബി ദേ കുഡ് ഹവ് അഡാപ്റ്റഡ് മോർ ഓഫ് ദ ഗെയിം പ്ലേ ഇൻ ടു ദ സീരീസ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ? നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.